നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്ന വളർപ്പുറ പഞ്ചമി 26-ാം തീയതി ഞായറാഴ്ചയാണ്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 25-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 7 മണി വരെയാണ്. ഇനി 2 ദിവസം കൂടെ ടൈം ഉള്ളൂ. ലാസ്റ്റ് മൊമെന്റ് വരെ എല്ലാവരും നോക്കിയിരിക്കരുത്. മുന്നേ ഇരുന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്തോളുക. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം, എന്തിനാണ് യാഗത്തിന് കൊടുക്കുന്നത് എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്ന് പറയാൻ പോകുന്ന പരിഹാരം എന്താച്ചാല്, നിറയെ പേര് വന്നിട്ട് അടുത്ത നാള് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒരു നല്ല കാര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നുവെങ്കിൽ തലേ ദിവസം ഭയങ്കരമായിട്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് മീൻസ് അത് നടക്കുമോ നടക്കില്ലയോ, സക്സസ്ഫുൾ ആയിട്ട് ആ വിഷയം എനിക്ക് നേടിത്തരുമോ, എങ്ങനെയെങ്കിലും അത് നന്നായിട്ട് നടക്കണേ, അങ്ങനെ മനസ്സിനൊരു ആവലാതി ഉണ്ടാവാറുണ്ട്. ശരിയല്ലേ? അത് എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു കാര്യമാണ്. ഇത് വന്നിട്ട് ഈ വിഷയം ഒരുത്തർ ചെയ്താല് 100% അത് തീർച്ചയായിട്ടും നടന്നിടും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കേ ഇരിക്കുന്നുണ്ട്. കാരണം ഇത് ഞാന് പലതവണ ചെയ്ത ഒരു വഴിമുറ. അതേ കോൺഫിഡന്റോട് കൂടി നിങ്ങളും ഇത് ചെയ്താല് ആ വിഷയം എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതിനാണ് ഈ ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ ഇന്ന് പകർന്നു തരുന്നത്. ഇത് എന്താച്ചാല്, നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കണമോ, ഇപ്പൊ നെക്സ്റ്റ് ഡേ ആണ് അത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ദിവസം മുന്നാടി, അതായത് തലേ ദിവസം നിങ്ങള് ഈ മുറ വന്നിട്ട് ചെയ്തു വെക്കണം. ഇതിന് എന്തൊക്കെ പൊരുൾകളാണ് ആവശ്യം എന്നുള്ളത് ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ്ലി വേണ്ടത് ഒരു ഗ്രീൻ കളർ തുണി, ഒരു ഗ്രീൻ കളർ ക്ലോത്ത്. അത് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് വാഷ് ചെയ്തെടുത്തിട്ട് അതിൽ സാമ്പ്രാണി കാണിച്ചെടുത്തോളുക. അതല്ലെങ്കിൽ പുതിയത് വാങ്ങുന്നെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളുക. ശരിയാ? ഒരു ചതുരം ആയിട്ടൊരു ചെറിയ പീസ് തുണി മതി. ഇനി ഈ ചെറിയ പച്ച തുണിയിൽ നമ്മൾ വയ്ക്കേണ്ടിയ പൊരുൾകളെ കുറിച്ച് പറയാം. വെറ്റില ഇല്ലയാ? വെറ്റില, ഒരേ ഒരു വെറ്റില നിങ്ങൾ എടുത്തോളുക. ഇതില് അതിന്റെ കാമ്പ് നിങ്ങൾ അടർത്തി മാറ്റിക്കോളുക. കാമ്പ് പൊട്ടിച്ചെടുത്ത വെറ്റില, അതിനു മേലെ നിങ്ങൾ അടുത്ത് വെക്കേണ്ടിയ പൊരുൾ എന്താച്ചാല് ഒരു 3 കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. ശരിയാ? ദെൻ ആ കുരുമുളകിന്റെ കൂടെ ഒരേ ഒരു പച്ചക്കർപ്പൂരം, ഒരു ചെറിയ പീസ് മതി. ഇത് വന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വെറ്റില മടിച്ചിട്ട് അത് ഒരു കിഴിയായിട്ട് കെട്ടിവെക്കുക. അത് നിങ്ങൾ വന്നിട്ട് ഒരു മഞ്ഞ കളറിലെ നൂല് വെച്ചിട്ടോ അതല്ലാച്ചാല് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടോ കെട്ടിവെച്ചോളുക. ഇത് കെട്ടിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണച്ചാല്, ഇപ്പോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കല്ലുപ്പ് വെച്ചിരിക്കുമല്ലോ. ഓൾറെഡി ഞാൻ പല പരിഹാരങ്ങളും ചെയ്തപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുക്കിങ്ങിനുള്ള കല്ലുപ്പ് നിങ്ങൾ എടുക്കരുത്, അതിനായിട്ട് പ്രത്യേകിച്ച് കല്ലുപ്പ് വാങ്ങി വെച്ചോളാനായിട്ട്. അപ്പോ അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന കല്ലുപ്പുണ്ടല്ലോ, കാരണം കല്ലുപ്പ് വന്നിട്ട് മഹാലക്ഷ്മി അമ്മയോടത് ഒരു വീട്ടിലും കല്ലുപ്പ് എന്നും കുറയാതെ വച്ചിരിക്ക വേണ്ടിയ ഒരു പൊരുള്. അഡീഷണലി എപ്പോഴും നിങ്ങൾ ഒരു പാക്കറ്റ് ഉപ്പ് കരുതിക്കൊള്ളുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, ഈ കല്ലുപ്പ് എന്നത് ഇപ്പോ നിങ്ങൾക്ക് അടുത്ത നാൾ ഒരു വിഷയം സക്സസിലേക്ക് പോകണം എന്നുവെച്ചാല്, എനിക്ക് മുറ ഞാനിത് ചെയ്തു വെച്ചിട്ട് പോകണം, അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കല്ലുപ്പ് വച്ചിരിക്കുമല്ലോ, അത് വന്നിട്ട് ഒരു ഡബ്ബായില്, അത് കണ്ണാടി ഡബ്ബായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ഡബ്ബയായാലും കുഴപ്പമില്ല, അത്
അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്തോളുക. ആ ഡബ്ബയിൽ ഈ കല്ലുപ്പ് നിറയ്ക്കുക. അത് മുഴുവനെ നിറയ്ക്കരുത്, ഒരു 1/2 to 1/4 ബോട്ടിൽ, ആ രീതിക്ക് നിങ്ങൾ ആ അളവിന് നിറച്ചോളുക. എടുത്തുല്ലോ. അത് നിറച്ചെടുത്തതിന് ശേഷം ഈ കല്ലുപ്പ് ബൗളിനുള്ളില് ഈ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന പച്ച തുണിയുടെ കിഴി അതിനുള്ളിൽ ഇറക്കി വെച്ചോളുക. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. നാളെ നിങ്ങൾ എന്ത് വിഷയത്തിനാണ് പോകുന്നത് അത് അമ്മനോട് നന്നായിട്ട് നടത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് അമ്മനോട് ഒരു മന്ത്രവും കൂടെ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ഇത് അതിനുള്ളിലേക്ക് വയ്ക്കാനായിട്ട്. മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നാളെ നിങ്ങളൊരു ഇന്റർവ്യൂവിനാണ് പോകുന്നത്, ഒരു ജോലിയാണ് നിങ്ങൾക്ക് അത്യാവശ്യം. അമ്മനോട് പ്രാർത്ഥിക്കുക, അമ്മയെ ഞാൻ നാളെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, ഈ ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും, എന്നെ രക്ഷപ്പെടുത്തണേ. അങ്ങനെ നിങ്ങൾ കരുതി ചെയ്തോളുക. എന്താ നിങ്ങളുടെ നീഡ്, എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നല്ല മനസ്സോടുകൂടെ ഒരു കള്ളവുമില്ലാതെ അമ്മയോട് വേണ്ടിക്കൊള്ളുക. ആ ജോലി എനിക്ക് കിട്ടിയാല് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബമേ നല്ല രീതിയിലാവും. അങ്ങനെ അമ്മയോട് നന്നായിട്ട് വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്യുക. അമ്മയോട് ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ കുറഞ്ഞത് 7 തവണ ചൊല്ലിക്കൊള്ളുക. എന്നതിന് ശേഷം ഈ കിഴിയെടുത്ത് നിങ്ങൾ ഈ ഡബയിലോട്ട് അടച്ച് വെച്ചോളുക. ഇത് നിങ്ങൾ പൂജ അറയിലോ അതല്ലാച്ചാല് നിങ്ങളുടെ റൂമിലെ ഷെൽഫിലോ അത് നിങ്ങൾക്ക് എവിടെയാ സൗകര്യം അവിടെ വെച്ചോളുക. ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ചൊല്ല വേണ്ടിയ ആ മഹാമന്ത്രം നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതാണ് ആ മന്ത്രം. വരാഹി അമ്മനോട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മന്ത്രം. അമ്മയെ ഇത് ചൊല്ലി വിളിച്ചാല് അമ്മ വന്ന് നിങ്ങൾക്ക് കൈവെള്ളയിൽ കാര്യങ്ങൾ നടത്തിത്തരും. ശരിയാ? കുറഞ്ഞത് 7 തവണ ചൊല്ലിക്കോളുക. കൂടിയത് 1008, 108, 48 നിങ്ങളുടെ സൗകര്യവും സമയവും അനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഓം ജയ് മാന്ത്രാത്മികായൈ നമോ നമഃ. 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 നിങ്ങൾ വന്നിട്ട് ഇത് ഞാൻ വയ്ക്കാൻ പറഞ്ഞിടത്തിൽ വെച്ചോളുക. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നടന്നിരിക്കും. അടുത്ത നാള് നിങ്ങൾ ഇന്റർവ്യൂക്ക് പോകുന്നുണ്ടല്ലോ, ആ ഇന്റർവ്യൂ വന്നിട്ട് ആ ജോബ് വന്നിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും. ശരിയാ? ഇനി വേറൊരു ഡൗട്ട് വരാം. സപ്പോസ് നിങ്ങൾക്ക് ആ കാര്യം സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഇത് തൂക്കി കളഞ്ഞാലോ എന്ന് നിങ്ങൾ ചോദിക്കാം. അതിന്റെ ഡൗട്ട് ഞാൻ പറയാം. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആ ഡബ്ബയിൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. പിന്നെ ഇനി വന്നിട്ട് 1-2 കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ വന്നിട്ട് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ നോക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഒരാളിനോട് പൈസ കടമായിട്ട് ചോദിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ 2-3 വിഷയങ്ങൾ നിങ്ങൾക്കിരിക്കും. ശരിയാ? അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരേ സമയത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. ഇത് വന്നിട്ട് ഒരേ ഡബ്ബയിൽ തന്നെ 2-3 കിഴിയായിട്ട് നിങ്ങൾ കെട്ടിവെക്കുക. എന്നുവെച്ചാൽ തനിയായിട്ട് നിങ്ങൾ പച്ച കളർ തുണിയെടുത്ത് ഈ പറഞ്ഞ പ്രൊസീജിയർ അതുപോലെ തന്നെ ചെയ്ത് ഒരേ ഡബ്ബയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓരോരോ തുണിയിലും ഓരോരോ വെറ്റില, ഒരു 3 കുരുമുളക്, ഒരു ചെറിയ തുണ്ട് പച്ചക്കർപ്പൂരം, എന്നിട്ട് ചെറിയ ഒരു കിഴിയായിട്ട് കെട്ടി ഈ ഡബ്ബയ്ക്കുള്ളിൽ നിങ്ങൾ വെച്ചോളുക. ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യണമെന്നുള്ളവർക്ക്. ശരിയാ? ഒരേ ഡബ്ബയിലെ നിങ്ങൾ 4-5 വിഷയങ്ങൾ കൂടെ ചെയ്ത് നിങ്ങൾക്ക് അതേ ഒരേ ഡബ്ബയിൽ തന്നെ നിങ്ങൾ വെച്ചോളുക. ഇത് പിറ്റേ ദിവസം ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോളുക. ഇനി ടൈമിങ്സ് ചോദിച്ചാല് രാവിലെയോ വൈകുന്നേരവോ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്ന നേരം എന്നത് രാവിലെ ആണെങ്കിൽ ബ്രഹ്മമുഹൂർത്ത നേരം തീരുന്നതിന് മുന്നേ, നേരം വെളുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ചെയ്തോളുക. വൈകുന്നേര ടൈമിലാണ് ചെയ്യുന്നവരെങ്കിൽ നേരം ഇരുട്ടി കഴിഞ്ഞ് 7 മണിക്ക് മേലെ ചെയ്തോളുക. ശരിങ്ങളാ? ദെൻ ഇനി ഇതിന് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ, റൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു റൂൾസും ഒന്നുമില്ല. നിങ്ങളിപ്പോൾ പീരീഡ്സ് ടൈമിലായിരുന്നാലും ശരി നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ കുളിച്ചിട്ട് വന്നിട്ട് ആ ഈറനോട് കൂടി മുടി ഈറനോട് കൂടി ചെയ്യുക. ശരിയാ?
ആ ടൈമിൽ നിങ്ങൾ പൂജാറയിൽ പോക വേണ്ട, നിങ്ങളുടെ റൂമിലിരുന്ന് ചെയ്തോളുക. നോൺ വെജ് കഴിച്ചവരായാലും ശരി ഇത് തന്നെ പ്രൊസീജിയർ ഫോളോ ചെയ്തോളൂ. ഇപ്പൊ ശുദ്ധബദ്ധമായി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൂജാറയിൽ ഇരുന്ന് ചെയ്തോളുക. ഓർത്തോളുക, 1 day ബിഫോർ നിങ്ങൾ ഇത് ചെയ്തോളുക, എങ്കിലേ അതിന്റെ റിസൾട്ട് വന്ന് അടുത്ത നാൾക്ക് നിങ്ങൾക്ക് വന്ന് അമയുകയുള്ളൂ. ഇത് നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വന്നു ചേരും. ഇത് വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പകർന്നു കൊടുത്തു നിറയെ പേര് ഇത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളുക. ഇത് വന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വർക്കൗട്ട് ആവും. ഇതെല്ലാം ചെറിയ ചെറിയ ടിപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം ചെയ്തു, ഇനി നമ്മൾ ഇത് എന്താണ് ലാസ്റ്റിൽ ചെയ്യേണ്ടത്? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നടന്നു, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല്, ചില സമയത്ത് ഇത് ഡിലേ ആകാം. എന്നാൽ അതേ വിഷയത്തിന് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് ഡെപ്പായിൽ അങ്ങനെ തന്നെ വെച്ചോളുക. ആ വിഷയം നിങ്ങൾക്ക് സക്സസ് ആയതിന് അപ്പുറം ആ കിഴി എടുത്തിട്ട് നിങ്ങൾ അത് കാൽപ്പെടാത്ത ഇടത്തിൽ തൂക്കിക്കളയുക. ശരിങ്ങളാ? ആ ഉപ്പ് വന്നിട്ട് നിങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് കളയുക. ഇനി 4-5 വിഷയങ്ങൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതില് ഒരു വിഷയം നടന്നിട്ടുള്ളൂ, 3-4 വിഷയം നടന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ എങ്ങനെ ഉപ്പ് കളയും, എങ്ങനെ അത് കരിച്ചു കളയും എന്ന് ചോദിച്ചാല് ഉപ്പ് നിങ്ങൾ അങ്ങനെ വെച്ചോളുക, ഒന്നും ചെയ്യണ്ട. ആ 3 കാര്യങ്ങൾ നടക്കണവരേക്കും അതെല്ലാം അങ്ങനെ തന്നെ വെച്ചോളുക. ശരിങ്ങളാ? സോ ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഇതാണ് വിഷയം. ഓക്കെ. ഇനി ഇത് വന്നിട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാല് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസമോ നേരമോ അങ്ങനെ ഒന്നുമില്ല. ഫ്രൈഡേ, സാറ്റർഡേ, മൺഡേ, നിങ്ങൾക്ക് ഏത് ദിവസമാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. പിന്നെ പഞ്ചമി, പൗർണമി, അമാവാസ്യ, അഷ്ടമി ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇത് ചെയ്താല് കയ്യിന്മേൽ ബലം, അങ്ങനെ കേട്ടിട്ടില്ലേ? കണ്ടിപ്പാ നിങ്ങൾക്ക് എത്ര നടക്കാത്ത കാര്യമായിരുന്നാലും നടന്നു കിട്ടിയിരിക്കും. രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോ ടൈം കിട്ടുന്നുവോ അപ്പൊ ചെയ്ത് വെച്ചോളുക. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ പോകുന്നത്, വൈകുന്നേരം ചെയ്യാതെ നിങ്ങൾ രാവിലെ ചെയ്താൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ശരിങ്ങളാ? ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് സക്സസ് ആയാല് തീർച്ചയായും കമന്റിൽ പറയണം. ദെൻ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് സൗദി അറേബ്യയില് വെറ്റില കിട്ടില്ല എന്നാണ്. പക്ഷെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെറ്റില കിട്ടും, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചോളുക. ശരിയാ? ദെൻ ഇന്നത്തെ പതിവ് പിടിച്ചെന്ന് കരുതുന്നു. പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ? ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.